ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം സ്പെയിനിലെ അഭയാർത്ഥി പ്രശ്നമാണ്. മൊറോക്കോ, സ്പെയിൻ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഉള്ള ഒരു എൻക്ലേവ് ആയിട്ടുള്ള സെയൂട്ട എന്ന പ്രദേശത്തേക്ക് മൊറോക്കൻ വംശജരായ ആളുകൾ ഇടിച്ചു കയറുകയാണ്, അഭയാർത്ഥികളായിട്ട് വരികയാണ്. അവർ യാതൊരു മാനദണ്ഡവുമില്ലാതെ ആ സെയൂട്ടയിലേക്ക് കയറുകയാണ്. നമ്മളെല്ലാം വിചാരിക്കും മൊറോക്കോയും സ്പെയിനും തമ്മിൽ അതിർത്തി പങ്കിടുന്നത് കരയതിർത്തിയാണ്. അല്ല, ഇത് തമ്മിൽ അതിർത്തി പങ്കിടുന്നത് മെഡിറ്ററേനിയൻ കടലിലെ ജിബ്രാൾട്ടർ കടലിടുക്ക് വഴിയാണ്. ജിബ്രാൾട്ടർ കടലിടുക്കും മൊറോക്കോയും തമ്മിൽ വളരെ വലിയ ദൂരമുണ്ട്, 250 കിലോമീറ്ററോളം ദൂരമുണ്ട്. പക്ഷേ മൊറോക്കോയുടെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു എൻക്ലേവ് ഉണ്ട് സെയൂട്ട. ശരിക്കും ആളുകൾ വിചാരിക്കുന്നത് സെയൂട്ട സ്പെയിനോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. ശരിക്കും മൊറോക്കോയോട് ചേർന്നിട്ടാണ് സെയൂട്ട നിൽക്കുന്നത്. പക്ഷേ അത് കൊളോണിയലൈസേഷൻ ഭാഗമായിട്ട് സെയൂട്ട ഒഴികെ ബാക്കിയെല്ലാം സ്പെയിൻ മൊറോക്കോയ്ക്ക് വിട്ടുകൊടുക്കുകയായി. അപ്പോൾ സെയൂട്ട സ്പെയിനിൻ്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പം സെയൂട്ട എന്ന് പറയുന്ന ആ സ്വയംഭരണ അവകാശമുള്ള സ്പെയിനിൻ്റെ മേഖലയിലേക്ക് മൊറോക്കോയിലെ യുവാക്കൾ, പ്രത്യേകിച്ച് യുവാക്കൾ, അഭയാർത്ഥിയായിട്ട് കയറുകയാണ്. അവർക്ക് യൂറോപ്യൻ കുടിയേറ്റം വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നും യൂറോപ്യൻ രാജ്യത്തിലേക്ക് കടന്നു കയറാനുള്ള, അല്ലെങ്കിൽ അഭയാർത്ഥിയായിട്ട് കയറി അവിടെ പിന്നെ അവിടുത്തെ വംശജരായി മാറാനുള്ള ഒരു ശ്രമമാണ് ഈ അഭയാർത്ഥി പ്രവാഹത്തിന് കാരണം. പക്ഷേ ഇവിടെ കാതലായ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ജിയോഗ്രഫിക്കൽ ഏരിയയാണ്. സെയൂട്ട ഒരിക്കലും സ്പെയിനിനോട് ചേർന്ന സ്ഥലമല്ല. മൊറോക്കോയുടെ തീരനോട് ചേർന്ന ഒരു 5 കിലോമീറ്റർ കടൽ തീരമുണ്ട്, ഒരു എൻക്ലേവ് ഉണ്ട്. അതിനിടയിൽ അതിൽ കൂടെ നീന്തിയിട്ടാണ് ആളുകൾ കടന്നു കയറുന്നത്. അപ്പം ഇതിന് ആധാരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പെയിനിലെ സുപ്രീം കോടതി ഒരു വിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടലിലൂടെ നീന്തി അല്ലെങ്കിൽ കടലിലൂടെ കടന്ന് അഭയാർത്ഥികളായിട്ട് വരുന്നവരെ പെട്ടെന്ന് തന്നെ തിരിച്ചയക്കരുത്, അവർക്ക് നിയമപരമായ പരിരക്ഷ കൊടുക്കണം എന്നുള്ള ഒരു വിധി ഉണ്ടായിരുന്നു. ആ വിധിയുടെ മറവിലാണ് മനുഷ്യക്കടത്തുകാർ ഇങ്ങനെ യുവാക്കളെ പ്രേരിപ്പിച്ച് സ്പെയിനിലേക്ക് കടത്താൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ സ്പെയിനിലേക്ക് കടക്കുക വഴി പിന്നീട് അവിടുത്തെ പൗരത്വം നേടാൻ സാധിക്കുമെന്നുള്ളതാണ് യുവാക്കളെ ആകർഷിക്കുന്ന ഒരു ഘടകം. മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്ത്, അല്ലെങ്കിൽ ആഫ്രിക്കൻ വൻകരയിൽ പ്രത്യേകിച്ച് യാതൊരു കലാപമോ ഭക്ഷ്യക്ഷാമമോ മറ്റ് ട്രോട്ട്സോ അതിന് പ്രകൃതി ദുരന്തങ്ങളോ യുദ്ധമോ ഒന്നുമില്ലാത്ത സമയത്തും യുവാക്കൾ സ്പെയിൻ പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനുള്ള പ്രധാന കാരണം യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്പന്നതയും അവിടേക്ക് കിട്ടിയ ജീവിത നിലവാരത്തിലുള്ള ഉയർച്ചയുമാണ്. അപ്പം ഇത്തരത്തിൽ ആളുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ വേണ്ടി ശ്രമിക്കുന്നത് അഭയാർത്ഥികൾ എന്ന രൂപേണ എന്നുള്ളത് ആണ് ഇന്ന് സ്പെയിൻ നേരിടുന്ന, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം. അതിനെതിരെ അവരുടെ വലിയൊരു ജനരോഷം ഉയരുന്നുണ്ട്. ഷെങ്കൻ വിസ എന്ന് പറയുന്ന സംവിധാനം വഴി യൂറോപ്പിലെ ഒരു ഏകദേശം 29 രാജ്യങ്ങളിൽ വിസ രഹിതമായി യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ രാജ്യങ്ങൾ പ്രശ്നത്തിലായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു യഥാർത്ഥ പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്.